വളരെ കാലം മുമ്പ് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരം കേന്ദ്രമാക്കി ഭൂമി ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു ഒസിരിസ്. അദ്ദേഹം ഒരു ദേവനായിരുന്നു. തന്റെ പ്രജകളെ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹം. പ്രജകൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെ രാജാവ് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അവർ ജീവിതം കെട്ടിപ്പടുക്കുകയും മരുഭൂമിയിൽ പോലും അധ്വാനിച്ച് വളരെ വിലപ്പെട്ട കൃഷിയിടങ്ങളാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഐസിസ് എന്ന് പറയുന്ന മാന്ത്രികതയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ദേവതയായിരുന്നു. ഇദ്ദേഹത്തിന് സേത്ത് എന്ന പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. കപടതയുടെയും ഇടിമിന്നലിന്റെയും ദേവനാണ് സേത്ത് എന്നാണ് കഥയിൽ പറയുന്നത്. ഈ സേത്തിന് ഒസിരിസ് മഹാരാജാവിന് ജനങ്ങൾക്ക് നിന്ന് കിട്ടുന്ന സ്നേഹത്തോടും പരിഗണനയോടും ഒക്കെ വളരെ അസൂയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സഹോദരനായ ഒസിരിസിനെ അവസാനിപ്പിക്കുവാനായിട്ട് കാത്തിരുന്ന സേത്ത് ഒരു വൈകുന്നേരം തന്റെ കൊട്ടാരത്തില് ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കുന്നു. ഈ വിരുന്നിനിടയിൽ അദ്ദേഹം മരം കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണ പാളികളൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു പെട്ടി പ്രദർശിപ്പിക്കുന്നു. ഈ പെട്ടിക്കുള്ളിൽ ആരാണ് പ്രവേശിച്ച് കൃത്യതയോടെ പെട്ടി അടയ്ക്കുന്നത് അവർക്ക് ഈ പെട്ടി സമ്മാനമായി കിട്ടുമെന്ന് സേത്ത് പറയുന്നു. വിരുന്നിന് വന്ന ആൾക്കാരൊക്കെ പരീക്ഷണങ്ങൾ നടത്തുമെങ്കിലും അവർക്കാർക്കും പെട്ടിക്കുള്ളിൽ കിടന്ന് കൃത്യമായി ഇതിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒസിരിസ് മഹാരാജ് ഇതിനുള്ളിലേക്ക് കയറുകയും അദ്ദേഹം പെട്ടി അടയ്ക്കുകയും ഇതിനെ ബന്ധിക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ സേത്ത് അലറി വിളിച്ചുകൊണ്ട് വന്ന് ആണികൾ ഉപയോഗിച്ച് ഈ പെട്ടി അടച്ചുറപ്പിക്കുകയും ഇതിന്റെ ദൂരങ്ങളിലേക്കെല്ലാം ഈയമുരുക്കി ഒഴിക്കുകയും ഈ പെട്ടിയെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. നൈൽ നദിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച ഈ പേടകം ഒരു പുളിമരത്തിന്റെ ചുവട്ടിൽ തങ്ങി നിൽക്കുകയും പുളിമരം തന്റെ ശിഖരങ്ങൾ ഉപയോഗിച്ച് ഈ പെട്ടിയെ മറച്ചു പിടിക്കുകയും ചെയ്തു. ഐസിസ് വിവരമറിഞ്ഞ് തന്റെ ഭർത്താവിനെ തിരക്കി ഇറങ്ങുകയും തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പെട്ടി കണ്ടെത്തുകയും തിരികെ ഈജിപ്തിലെ കൊണ്ടുവന്ന് ഒരു ചതുപ്പിൽ ഒളിപ്പിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ സേത്ത് വീണ്ടും വന്ന് ഈ ഒസിരിസിന്റെ ശരീരം 14 കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഈജിപ്തിന്റെ പല ഭാഗങ്ങളിൽ വിതറി. വീണ്ടും ഐസിസും അവളുടെ സഹോദരിയും കുറുക്കന്റെ തലയുള്ള ദൈവമായ അനുസിബും ചേർന്നിട്ട് ഈ ഒസിരിസിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ഒന്നിച്ചു ചേർക്കുകയും ഐസിസ് തന്റെ മാന്ത്രിക ശക്തിയും സ്നേഹവും കൊണ്ട് ഒസിരിസിന് ജീവൻ നൽകുകയും അവൾ ഒസിരിസിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്യും. ഒസിരിസിന്റെ മകനായ ഹോറസ് പിന്നീട് സേത്തിനെ തോൽപ്പിക്കുകയും ഭൂമിയിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്തു. ഒസിരിസ് പാതാളത്തിന്റെ ദേവനായി മരിച്ചവരെയും അവരുടെ ആത്മാക്കളെ വിധിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഒസിരിസിന്റെ ഇതിഹാസം പറയുന്നത്.